പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവുണ്യാര്? നീലകണ്ഠ പൈസ വാരി എറിയല്ലേ? ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ ആയരെ ആ കരയിലാരാന്ന് നോക്കി. ആരാണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നീലകണ്ഠൻ തല്ലിയിട്ടുണ്ട്. വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ആളെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ സ്റ്റേഷൻ വരെ പറഞ്ഞു ചില ഡീറ്റെയിൽസ് കിട്ടാൻ. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ. ജീവനോടുണ്ടല്ലോ എപ്പോഴും. ഇവിടെ നടക്ക ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. കള്ളപ്പന്നി. ആശ്വസിപ്പിക്കാൻ പറയേണ്ട നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നാളെ ഞാൻ ഫ്യൂഡൽ തെമ്മാടി. കൊള്ളാം. തനിക്കറിയോ ബാല്യരെ അവളുടെ ശാപം. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകളുണ്ടാകരുത്. അതുകൊണ്ട് ഞാനിതെടുക്കുക.